ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈഫ് ഈസ് സ്ട്രേഞ്ചിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ കിട്ടിലൊരു ഗെയിം കാണാനായി ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു ഗെയിമാണ് ലൈഫ് ഈസ് സ്ട്രേഞ്ച്. സംഭവം ഇറങ്ങിയിട്ട് കുറേ നാളായി. ഞാൻ ഇത് കാണുന്നത് ഷോർട്ട് വീഡിയോയിലാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ ഇറങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും ഫോണിൽ ഇറങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും കിടിലമായിട്ടുള്ളൊരു ലൈഫ് സ്റ്റോറി ഗെയിമാണെന്ന് പറഞ്ഞാണ് നമ്മളിത് കണ്ടത്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ഗെയിം എന്ന് വെച്ചാൽ ഒരു ഇതാണ്, എപ്പിസോഡിക് ഗെയിമുകളാണ്. നമ്മുടെ ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ മാക്സ് ആണ്. അതാണ് നമ്മൾ ഇതിനകത്ത്. മാക്സിൻ്റെ കൂട്ടുകാരി ക്ലോയി പ്രൈസോ അങ്ങനെ എന്താ പറയുന്ന ഒരു കൂട്ടുകാരും കൂടി ഇതാണ് നാട്ടിലിറങ്ങി അവിടുത്തെ ഓരോ സംഭവങ്ങൾ കണ്ടുപിടിക്കുന്നതൊക്കെയാണ് ഗെയിം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ അവിടെ മെയിൻ ക്യാരക്ടറുള്ള മാക്സ് ആണ് ഈ കിടക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. നമുക്കിനി ഗെയിം പോകുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാവും പയ്യെ. നമ്മളെ മാക്സും കാര്യങ്ങളാണ് എഴുന്നേറ്റ് വരുന്നതെന്ന് തോന്നുന്നു. അതെന്തായാലും ആയിരിക്കുമല്ലോ. ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ എവിടെയാണ്, എന്താണ്ടൊക്കെ പറയുന്നുണ്ട്. എവിടെയാണെന്നാണ് തോന്നുന്നു പറഞ്ഞേ. അറിയില്ലല്ലോ എവിടെയാണ്. ഞാൻ ട്രാപ്പിഡ് എന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടുപോയെന്ന് തോന്നുന്നു കാട്ടിൽ. എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടെന്ന് തോന്നുന്നു. മാക്സിന് തന്നെ അറിഞ്ഞുകൂടെ എങ്ങനെ ഇവിടെ വന്നെന്ന്. അവിടെ മണ്ടയ്ക്ക് ഒരു ലൈറ്റ് ഹൗസ് ആണെന്ന് തോന്നുന്നു കാണുന്നത്. അപ്പം അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ രക്ഷപ്പെടുന്നൊരു ഹോപ്പ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പോയാൽ നമുക്ക് ഡ്രാഗ് ചെയ്ത സ്ഥലങ്ങൾ ഫുള്ളും കാണണം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇനി മണ്ടയ്ക്കോട്ട് പോവാം. മണ്ടയ്ക്കോട്ട് നമുക്ക് പയ്യെ കയറി പോകാം. അതിൻ്റെ സെറ്റിങ്സിനാളൊന്നും അത്ര വെടിപ്പല്ലെന്ന് തോന്നുന്നു. കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാട് പോലെ. കാരണം നമ്മളെ തിരിയാനും അറിയാനൊക്കെ ഭയങ്കര പാട് സെറ്റിങ്സ്. അതിൽ നമ്മൾ മണ്ടയ്ക്കോട്ട് കയറി പോകുന്നുണ്ട്. അപ്പോൾ വലിയൊരു ചുഴലിക്കാറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ പൊന്നോ, സീനാണല്ലേ. നമ്മൾ കയറി പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് ചുഴലിക്കാറ്റ് നോക്കാം. അത്യാവശ്യം അടിപൊളി ചുഴലിക്കാറ്റാണ്. എന്തായാലും എൻ്റെ കീഴിലോട്ട് കയറി തഴു. അടുത്തൊരു കട്ട് സീൻ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരു കട്ട് സീൻ കാര്യങ്ങൾ വരുന്നുണ്ട്. ഭയങ്കര മഴയും കാറ്റൊക്കെ. ബോട്ട് തെറിച്ചു വന്നു. But he could be talking about photography, as he likely was. Okay, I'm in class. Everything's cool. I'm okay. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത്ര നേരം നമ്മൾ സംഭവിച്ചതെന്ന് പറഞ്ഞ ഒരു സ്വപ്ന കാര്യങ്ങളാണ്. ഇതൊരു, എനിക്ക് തോന്നുന്നു സ്കൂളോ കോളേജോ എന്തോ ഒരു സംഭവമാണ് ഇത്. I didn't fall asleep, and that sure didn't feel like a dream. Bueller? Weird. Diane Arbus. There you go, Victoria. Why Arbus? Because of her images of hopeless faces. You feel like totally hot. Look at this crap. How can I show this to Mr. Jefferson? I can hear the class laughing at me now. Haunted by the eyes of those sad mothers and children. She saw humanity as tortured, right? അപ്പോൾ നമ്മുടെ അടുത്ത് ക്യാമറ കണ്ടുപിടിച്ചിട്ട് ഒരു സെൽഫി ആൾക്ക് എടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്യാമറ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് സെൽഫി എടുക്കാം. സെൽഫിയൊക്കെ പോളി ഒരു സെൽഫി അങ്ങ് എടുത്തേക്കാം. അതും ക്ലാസ് റൂമിൽ ഇരുന്ന്. പൊന്നു, നമ്മളെ ഒരു സംഭവം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് റൂമിൽ ഇരുന്ന് സെൽഫി എടുത്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് ടീച്ചർ പറയുന്നത് നമ്മൾ ഗിഫ്റ്റാന്നൊക്കെ എന്തോ പറയുന്നുണ്ട്. എന്തിനാന്ന് അറിഞ്ഞൂടാ. The point remains that the portraiture has always been a vital aspect of art and photography for as long as it's been around. Now, Max, since you've captured our interest and clearly want to join the conversation, can you please tell us the name of the process that gave birth to the first self-portraits? I did know, but I kind of forgot. You either know this or not, Max. Is there anybody here who knows their stuff? Louis Daguerre was a French painter who created daguerreotypes, a process to give portraits a sharp reflective style like a mirror. Now you're totally stuck in the metro zone. Sad face. Very good, Victoria. The Daguerrean process brought out fine detail in people's faces, making them extremely popular from the 1800s onward. The first American daguerreotype self-portrait was done by Robert Cornelius. You can find out all about him in your textbook, or even online.
ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ കാര്യങ്ങൾ ബെല്ലും കണ്ടടിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ സാറും മാക്സിമം കുറേ കാര്യങ്ങൾ പറഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ട് ശ്രദ്ധിച്ചിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഒരു മൂവി കാണുന്ന ഒരു രീതിയിൽ നമുക്ക് കണ്ടുപോകാൻ പറ്റിയ ഒരു ഗെയിമും കാര്യങ്ങളാണ്. മാക്സിമം ആയിട്ട് ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഇതിലായിട്ട് കഥയും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പം ബെല്ലും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്ത് വെളിയിലോട്ട് പോകാനെന്ന് തോന്നുന്നു. ഓക്കെ, പറയുന്നുണ്ട് ലീവ് ചെയ്ത ക്ലാസ് എന്ന് പറയുന്നുണ്ട്. അപ്പം വെളിയിലോട്ട് പോകാം. I see you, Max Caulfield. Don't even think about leaving here until we talk about your entry. I'd never let one of photography's future stars avoid handing in her picture. I didn't have any time. Way too much homework. Max, you're a better photographer than a liar. Now, I know it's a drag to hear some old dude lecture you, but life won't wait for you to play catch up. You're young, the world is yours, blah, 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 right? But you do have a gift. You have the fever to take images, to frame the world only the way you envision it. Now, all you need is the courage to share your gift with others. And that's what separates the artist from the amateur. യെസ്, അപ്പോൾ നമ്മൾ അവിടെ ഒരു ചെറിയൊരു കട്ട് സീനും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസ്സിന് വെളിയിലോട്ട് ഇറങ്ങാൻ പോവാണ്. ക്ലാസ്സിന് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഇവിടെ തോന്നുന്നു നമ്മുടെ ഗെയിമിൻ്റെ ഇത് കാണിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇവിടെ വെച്ചാണ് നമ്മുടെ ഗെയിമിൻ്റെ ഇൻട്രോ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ഇവിടെ വെച്ച്. അപ്പോൾ അവിടെ ഫുള്ള് ബഹളമാണെന്നാണ് പറയുന്നത് നമ്മുടെ മാക്സ്. ബഹളത്തിൻ്റെ ഇടയ്ക്ക് മാക്സിനെ ദേഷ്യം വരുന്നുണ്ട്. ഇവിടെ വെച്ച് എനിക്ക് തോന്നുന്നു ഹെഡ്സെറ്റ് എന്തോ എടുത്ത് ചെവി വെച്ചിട്ടുണ്ട്. ഈ ബഹളത്തിൽ നിന്നൊക്കെ ഒന്ന് മാറാനാണ് ഹെഡ്ഫോൺ എടുത്ത് വെച്ചത്. ഫ്രണ്ട്സ്, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാന്ന് തോന്നുന്നു നമ്മുടെ ലോക്കറും കാര്യങ്ങളും നമ്മുടെ സൈഡിൽ കാണുന്നത് നമ്മുടെ ലോക്കർ. അന്നേരം നമുക്ക് നമ്മുടെ ലോക്കറൊന്ന് തുറന്ന് നോക്കാം. I love that picture of Mom. ഓ, നമ്മുടെ ലോക്കറിൽ നമ്മുടെ മമ്മീൻ്റെയും ഡാഡിൻ്റെയും ഒക്കെ ഫോട്ടോ ഉണ്ടല്ലോ. Andy, you look totally better. ഓക്കെ, അപ്പം ഇതെല്ലാം ഗെയിം അടിപൊളിയായിട്ടൊരു പോകുന്നുണ്ട്. മുന്നോട്ട് തന്നെ പോകുന്നുണ്ട്, അടിപൊളിയായിട്ട് രസമായിട്ട് പോകുന്നുണ്ട്. അപ്പം മാക്സിമം കൂട്ടുകാർ നമ്മുടെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് സബ്സ്ക്രൈബും ചെയ്യുക. നമ്മുടെ മാക്സിമം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, എന്തായാലും നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ചെയ്യണ്ടേ. അപ്പോഴത്തേക്കൊരു ഹോപ്പാവും നല്ലപോലെ ചെയ്യാനുള്ള. ഓക്കെ, അപ്പോൾ മാക്സിമം കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. Empty, good. Nobody could. Nobody can see my meltdown, except for me. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കൊന്ന് റീഫ്രഷ് ആവാൻ വേണ്ടി മുഖം ഒന്ന് കഴുകിയേക്കാം. മുഖം കഴുകാൻ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് മുഖം ഒന്ന് കഴുകിയേക്കാം. നൈസായിട്ടൊന്ന് റിഫ്രഷ് ആയേക്കാം ഗൈസ്. Just relax. Stop torturing. ഓ, ഇതാന്ന് തോന്നുന്നു ഗൈസ് നമ്മുടെ നേരത്തെ നമ്മൾ കണ്ടൊരു കാർഡ് നമ്മളവിടെ ഫോട്ടോ വെച്ച്. ആ കാർഡ് എന്താ ചെയ്യാൻ പോകുന്നത്? Fuck it. എന്തോ ചെയ്യാൻ പോവാന്ന് തോന്നുന്നത് ഫ്രണ്ട്സ്. ഓ, കീറി കളഞ്ഞു. ഓ മൈ ഗോഡ്, സംഭവം കീറി കളഞ്ഞിട്ടുണ്ട്. ഓ, അപ്പം തന്നെ അവിടെ കിടിലൊരു ചിത്രശലം കാര്യങ്ങൾ വരുന്നുണ്ട്. ഓ നൈസ്. നമ്മളതിനെ നോക്കി പോകുന്നുണ്ട് അതിൻ്റെ പുറകിൽ ചെന്ന്. അപ്പം അത് അവിടെ ഒരു ബക്കറ്റിൽ കാര്യങ്ങളൊക്കെ വന്നിരുന്നിട്ടുണ്ട് ആ ചിത്രശലഭം. എനിക്ക് തോന്നുന്നു നമ്മളതിൻ്റെ ഫോട്ടോ എടുക്കാൻ പോവാണ്. കാരണം നമ്മളൊരു ഫോട്ടോഗ്രാഫറാണ്. ഇവിടെ ഫോട്ടോ എടുക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു കോളേജാണ്. അപ്പം നമ്മളിപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു വന്നത് ഗൈസ്. നമ്മളതിൻ്റെ ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ പോയി. ഓ, ഒരാൾ വന്നിട്ടുണ്ട് നമ്മുടെ പത്തിനോട്ട്. അയാൾ എന്തോ പരിഭ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ദേഷ്യം കാണിക്കുവാണ് എന്തോ സംഭവം എന്ന് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു ദേഷ്യമാണെന്ന് തോന്നുന്നു. Don't be scared. You own this school. If I wanted, I could blow it up. You're the boss. So what do you want? I hope you check the ഹോ ഗായ്സ്, അപ്പം നമ്മുടെ ബാത്റൂമായിട്ട് വേറെ പെണ്ണും കൂടി നിന്നിട്ടുണ്ട്. എന്തോ വള്ളി ഒപ്പിച്ചുകൊണ്ട് വരുന്നവരൊക്കെയാണെന്ന് തോന്നുന്നു ഗായ്സ്. Family, not me. സീനാണെന്ന് തോന്നുന്നു. നമ്മുടെ ചിത്രശലഭം അവിടെ ഇരിക്കുന്നുണ്ട്. എന്തൊക്കെയോ പറഞ്ഞ് വഴക്കിടുവാണെന്ന് തോന്നുന്നു ഫ്രണ്ട്സ്. എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കണ്ടറിയാം. എന്തോ വഴക്കിടുവാന്ന് തോന്നുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ. നമുക്ക് ഡയലോഗും കാര്യങ്ങളും നമുക്ക് കാണാം. Everybody, Nathan Prescott is a
നിങ്ങൾ കഥ മാക്സിമം ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം കിടിലായിട്ട് ശ്രദ്ധിക്കുക. ഓ സീനായി പെണ്ണവനെ ചൊറിഞ്ഞ് അവസാനം അവനെ കലിപ്പായെന്ന് തോന്നുന്നു ഗൈസ്. വണ്ണെടുത്തപ്പോൾ നമ്മളവിടെ നിന്ന് നോക്കുന്നുണ്ട്, മാക്സ് നോക്കുന്നുണ്ട്. Nobody would ever even ഓ ഭയങ്കര കട്ടക്കലിപ്പായി. ഒന്ന് വെട്ടി വെക്കുമെന്ന് തോന്നുന്നു. പൊട്ടിച്ച് മാക്സ് ഞെട്ടിപ്പോയി ഗൈസ്. ഓ സീനാന്ന് തോന്നുന്നു. കഴിഞ്ഞു. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി ബാക്കി പാർട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. കാരണം ഇപ്പോൾ നമ്മൾ വളരെ കുറച്ചിട്ടുള്ളൂ. ഗെയിമാണ് വലിയൊരു ഗെയിം കാര്യങ്ങളാണ്. അധികം സമയം കാര്യങ്ങളില്ലാത്തതാണ് ഇത്രയും മാത്രം കളിച്ചത്. അപ്പോൾ ബാക്കി എന്തായാലും ഇടുന്നതായിരിക്കും. മാക്സിമം കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അങ്ങോട്ട് ഓൺ ആക്കിയിട്ടേക്ക് ഉറപ്പായിട്ടും ബാക്കി ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബൈ.